തോമാ എടോ വീട്ടിൽ ഇരുന്നിരുന്ന് മടുത്തടും. നമ്മൾ ഈ വല്ലപ്പോഴും യാത്ര പോകുമ്പോഴുള്ളൂ, അല്ലാതെ നമുക്ക് ഇവിടേക്ക് ഈ വല്ലപ്പോഴൊക്കെ സമയം പോയിട്ട് ഇവിടെ എന്ത് നല്ല പ്ലേസുകളുണ്ട്. നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി സ്ഥലങ്ങൾ. നിങ്ങളൊക്കെ എവിടെ പോയി വീഴുന്നത്? സൂപ്പർ സ്ഥലമുണ്ട്. നിങ്ങൾ എവിടെയോ എന്നൊക്കെ പറയുന്ന കേൾക്കാം. അടിപൊളി സ്ഥലമുണ്ട്. നല്ല അടിപൊളി പ്ലേസ് ഇവിടെ തൊട്ടടുത്താണ്. നമുക്ക് അവിടെ പോയിരിക്കാം. നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വീട് വെളി ഇറങ്ങിണ്ട്. പോന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര നാളല്ലേ ഉള്ളൂ. നോക്കണം. ഇനിയാണെങ്കിൽ അങ്ങോട്ട് ഫ്രീയാ. ഇനിയാണെങ്കിൽ സമയം പോകാനായിട്ട് ഒരു വഴിയും ഇല്ല. വല്ല ചൂണ്ടയിടാൻ പോകാനോ വല്ലയിടത്തൊക്കെ പോയി ഇന്ന് വർത്താനം പറയാനൊക്കെ പറ്റിയ സ്ഥലം നിങ്ങൾ പറയില്ല. എന്തോ നല്ല ഇതൊക്കെ ഉണ്ടെന്നൊക്കെ. നല്ലൊരു അടിപൊളി നമ്മുടെ നല്ലൊരു പ്ലേസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ തൊട്ടടുത്താ. ആണോ? ഇവരൊക്കെ സീര അവിടെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇതാണ് സ്ഥലം. കേട്ടാ സംഭവം ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് എന്റെ തോമ നിങ്ങൾ പഠിച്ചേ നിനക്കെങ്കിലും എന്നോടൊന്ന് പറയാൻ പറ്റില്ല. എന്റെ രസമാണ്. ഞങ്ങൾ തീരം പ്ലേസ് ആച്ചാ. ജയനും അപ്പുവെല്ലാം സീര ഇവിടെ തന്നെ. ഞാൻ വല്ലപ്പോഴും കൊന്നു മൈന മൈന. അയ്യോ മൈന എന്റെ ഒന്ന് തോമ അവിടെ ഇടോ, അവിടെ ഇടോ. അത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അടിപൊളി സാധനം. രാവിലെ മൈനയുടെ കാര്യം പറഞ്ഞു. എന്റെ തോമ ഞാനാണെങ്കിൽ സൗദിയിലായിരുന്നപ്പോഴേ എന്നെ എന്നും വിളിച്ച് പറയായിരുന്നു, മോള് ഒരു മൈന വേണം, മൈന വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഞാൻ അവിടെ ഇല്ലാത്തപ്പോ ഇതിന്റെ എല്ലാം കൂടെ ആര് നോക്കാനാ എന്ന് പറഞ്ഞു. ഇന്നലെ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, പട്ടിക്കുഞ്ഞ് വേണം, മൈന വേണം, തത്ത വേണം, ക്യാറ്റ് വേണം. ഭയങ്കര ബഹളമാണ്. എന്നാ കാര്യം? ഞാനുണ്ടല്ലോ എല്ലാം നോക്കിക്കൊണ്ടിരുന്നോളൂ തോമ. എന്റെ പൊന്നു ജയ, എനിക്ക് വീട്ടിൽ സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് മൈനാക്കുട്ടിനെ കിട്ടണം. എന്നാ ഒരു വഴി? എന്നാ തോന്നുന്നു ഇവിടെ നിന്ന് കയറി പറിക്കാൻ പറ്റും? അല്ല, ഇവിടെ നിന്ന് പിടിക്കാൻ പറ്റുമോ മൈന? മൈന ആണെങ്കിൽ ഞാൻ പറയാം. നമുക്ക് അറിയാവുന്നൊരു പയ്യനുണ്ട്, അവരെ വിളിക്കാം. ഒരു റോഡക്കാരൻ സിജയുണ്ട്. അവനാണ് എന്നാണ് ഏത് മരത്തിൽ കയറിയാണ് കൂട്ടിയിരുന്നത്. അതെ, ഈ ഞാനിവിടെ വന്നപ്പോ അന്വേഷിച്ച് 2 ടൈപ്പ് ഉണ്ട്. മാടത്തയുണ്ട്, മൈനയുണ്ട്. ഈ മാടത്ത കിട്ടിയിട്ട് കാര്യമില്ല, മൈനയുണ്ടെങ്കിൽ വർത്താനം പറയത്തുള്ളൂ. അവള് പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാറാണ്. ഒന്ന് വിളിച്ചു രാവിലെ എന്നെ വിളിച്ചായിരുന്നേ. എന്ത് നല്ല സ്ഥലമാണ്. രാവിലെ വിളിച്ച നമ്പർ ഹലോ ഷിജോ, എടാ ഞാനാടാ. കേൾക്കാമോ? എടാ നമുക്കേ ഞങ്ങളുടെ അടുത്ത് ഒരു വിദേശത്ത് നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എടാ പുള്ളിക്ക് ഒരു മൈന വേണം. അപ്പോൾ അത് നിനക്കപ്പം ഇങ്ങനെ ഇതൊക്കെ നിനക്ക് പറ്റിയ സാധനമല്ലേ ഇതൊക്കെ? ഈ മൈന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ കൊണ്ട് കൊടുക്കുമല്ലോ. അപ്പോളേ എടാ അത് മൈന ഒരെണ്ണം വേണം. എത്രയും പെട്ടെന്ന് നീ റെഡിയാക്കണം കേട്ടോ. അതെ 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 വേണ്ടിട്ടാ. ശരിടാ. ഓക്കെ. പിന്നെ എടാ കേരളത്തിലുള്ള സാധനം വേണേ. അവിടെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, കേരളം തന്നെ വേണം. ശരിടാ, പെട്ടെന്നാട്ടെ. ഓക്കെ. അത് കൊള്ളാം തോന്നാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ തമിഴ് പറഞ്ഞ വീട്ടിൽ ആർക്കും മനസ്സിലാകത്തില്ല. ഇവിടെ അമ്മ മലയാളം പറഞ്ഞോളൂ. തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഈ കഴിഞ്ഞിടയ്ക്ക് മലയാളം പറഞ്ഞിട്ട് അതാണെങ്കിൽ തമിഴാ. എന്നാ എന്റെ ജയ അമ്മ അമ്മ ഇത് കണ്ടോ? ബുദ്ധി തല അയ്യോ മൊത്തം ബുദ്ധിയാ ഭാവാണ്. പിന്നെ എന്തിനാ തോമ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ട്? അതൊക്കെ കഥയെന്ന് പറഞ്ഞാൽ അറിയാവും. അവിടുത്തെ കഥയെന്ന് അന്ന് 1985 ഒരു അല്ലേ? 1985 ആ മാറി നടന്നില്ലേ? ഈ തലയുണ്ടായിട്ട് പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു കാര്യമാണ്. കാര്യം പറയാൻ മനസ്സിലായി. 1986 അന്നത്തെ ഒരു വാർ നടന്നത് അറിയാം. ആ വാറിനകത്ത് അന്ന് എന്റെ പണി എന്നാന്നറിയോ? കഞ്ഞിയപ്പാരി. അങ്ങനൊക്കെ പറഞ്ഞു എന്തോ അങ്ങനെ പറയാം. കാര്യമായിട്ട് സംസാരിക്കും. മാറി നടക്കുമ്പോഴത്തേക്ക് എന്റെ പണി എന്താന്ന് ചോദിച്ചാ നമ്മൾ എന്നാ ഉദ്ദേശിക്കുന്നത്? എന്നാ ചെയ്യാം? എന്റെ പഴയ ഫോട്ടോ ഉണ്ട്, കാണിക്കാം. ഞാൻ ആ ഷൂട്ട് ചെയ്യുന്ന ഗണ്ണൊക്കെ പിടിച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടോ കണ്ടാണ്ടല്ലോ, ഈ കരഞ്ഞു പോകും. അതെന്റെ സാറ്റലൈറ്റ് വഴി എടുത്തോ? അല്ല, അന്ന് ഫോട്ടോ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവോ അന്നത്തെ ഫോട്ടോ? ഇങ്ങനെ മറിഞ്ഞെടുക്കും. എന്റെ മുഖം ഒന്നും വ്യക്തമല്ല, എന്നാണ് ഞാൻ കാണിക്കാം. ഈ 10 പേര് രാവിലെ ഒരു സെക്ഷൻ 10 പേര് അങ്ങോട്ട് പോകും. ഞങ്ങളുടെ കമാൻഡർ ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ പോയാൽ കൊടുക്കുന്നു. 10 പേര് പോകും. പിന്നെ തിരിച്ചു ഇങ്ങോട്ട് 2-3 പേരെ കാണത്തില്ല. ടോയ്ലറ്റിൽ പോകണം.
എതിരാളി നമ്മൾ അടിച്ചോണ്ടിരിക്കുമല്ലേ അതറിയുന്നില്ല. ഇനി ഈ പണ്ടത്തെ കാലം പറയുന്നതല്ലേ ഈ സംഭവം. പറഞ്ഞതാണ് വന്നത് അതല്ലേ. ഇത്ര പെട്ടെന്ന് സാധനം വന്നോ? ഒരു സ്റ്റോക്ക് ആയിരുന്നു തോന്നുന്നു സാധനം. അതിന്റെ പുറകെ കാണുമായിരിക്കും അല്ലേ? കൂടുണ്ടോ അതിനകത്ത്? കൂട് അവൻ കൂടുമായിട്ടായിരിക്കും വരുന്നത് ചിലപ്പോ. നിങ്ങൾക്ക് വേണ്ടിട്ടാണോ? ആ അതെ. ഇനി കാണാൻ ഒരു മിനിറ്റ്. അതിനെത്ര വെച്ചിരിക്കുന്നത്? പിന്നെ ഒരു കാര്യം, ഇനി നേരെ ഈ പരിപാടിക്ക് വിളിച്ചേക്കില്ല. എന്നാടോ ഒരു മൈന മേടിക്കുന്നതിന് തന്നെ അത്ര ഒരു വലിയ പരിപാടിയാണ്. മൈന മൈന എന്ന് പറയുമ്പോഴത്തേക്ക് കഞ്ചാവോ? അയ്യോ, നിങ്ങൾ മൈന ഇതല്ലേ? ഇതോ മൈന എന്ന് പറഞ്ഞ ഇതോ? ഞങ്ങളുടെ നാട്ടിൽ മൈന എന്ന് വെച്ചാൽ ഇതാ. എന്റെ പൊന്നേടാ, ഞാൻ കിളിയില്ലേ, കിളിമൈന അവിടെ വർദ്ധനൊക്കെ പറഞ്ഞ കിളിയില്ലേ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ മൈന ആർക്ക് വേണം? ഓടാ, ഇത് കഞ്ചാവ് എനിക്ക് പറ്റത്തില്ല. എനിക്കൊന്നും വേണ്ട. ജസ്റ്റ് മിസ്സാ, ഞാൻ പോലീസിന്റെ അവിടുന്ന് വെട്ടിച്ചപ്പോ വന്നേ. എന്റെ പൊന്നേടാ, എടാ മൈന എന്ന് പറഞ്ഞാൽ വളർത്തുന്ന മൈനല്ലടാ, അതാ ഞാൻ ചോദിച്ചത്. എടാ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ മൈന എന്നാ അതിന് പറയുന്നേ. എന്താ പൊന്നട എന്താ എടാ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്നോട് പറഞ്ഞു. അമ്മയോട് ഞാൻ എന്നാ പറയുന്നത്? ഈ തോമായി ഇതെന്നാ മൈനെ പൊടിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഒരു വിഷയമുണ്ട്. അബദ്ധം പറ്റിപ്പോയി. പറ്റീന്ന് പറഞ്ഞാ മതി. അവത്തവന്ന് ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ എന്നാ പ്രശ്നം എന്നാ? അല്ലെന്നേ, നമ്മുടെ നാട്ടിലെ ഈ മൈന എന്ന് പറഞ്ഞാലേ വേറെ നാട്ടിൽ ഈ മൈന എന്ന് പറഞ്ഞാൽ ഈ സംഭവം എന്നാ കഞ്ചാവ്. എന്നതാ തോമ? ഞാൻ എന്നെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണോ? ഇത് ചുമന്നോണ്ട് ഇങ്ങോട്ട് എടുത്താ വന്നേ. എന്നോട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇവിടെ നല്ല സ്ഥലം ഉണ്ട് ഇരിക്കാനെന്ന് പറഞ്ഞു. നല്ല സ്ഥലം കാണിക്കും. എവിടെ അറിയോ? തീകാടതയില്. ഇനി അടുത്തത് കാണിക്കും. എന്റെ പൊന്നു തോമ, ഞാൻ വളർത്തുന്ന മൈനയുടെ കാര്യം പറഞ്ഞു. താൻ എന്തൊരു മനുഷ്യനാണ്. കൊണ്ട് കള എന്റെ ഇടം ഞാൻ പോവാ. ഹലോ സാർ. അതെ സാർ. സ്റ്റേഷനോ? സ്റ്റേഷന് വേണ്ടി പറഞ്ഞാൽ മതി. സിജോ പോലീസ് കൊള്ളാം. അനുഭവിച്ചാൽ മതി രണ്ടുപേരും കൂടെ. ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുവാണ് അനുഭവിച്ചു. എന്നാ വിളിച്ചതാ. ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടു.